ചരിത്രം തീരുമാനിക്കേണ്ടത് ലീഗല്ല. സ്വാതന്ത്ര്യ ദിനത്തിനു മുൻപേ വിവാദം. സവർക്കർ ചോദ്യവും വന്ദേ മാതരവും ചർച്ചയാകുന്നു. സ്വാതന്ത്ര്യ സമര ക്വിസ് മത്സര ചോദ്യ വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. വി.ഡി. സവർക്കറെ കുറിച്ചുള്ള ചോദ്യമാണ് വിവാദത്തിലായത്. രാജ്യത്തിന്റെ ചരിത്രം തിരുത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കേണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ലീഗ് വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയാൽ ബി.ജെ.പി. പ്രതികരിക്കും. നാടിന്റെ ചരിത്രം തീരുമാനിക്കേണ്ടത് ലീഗല്ലെന്നും സവർക്കറെ ഇഷ്ടമില്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ പുസ്തകം വായിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ചരിത്രം എന്തെന്ന് ഓരോരുത്തർക്കും അറിയാമെന്നും നാടിന്റെ ചരിത്രം തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ലെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതുവരെ വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലിയിട്ടില്ല. കോൺഗ്രസിന്റെയും യു.പി.എയുടെയും പരിപാടികളിൽ വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ആലപിച്ചിരുന്നത്. അതുതന്നെയാണ് തങ്ങളുടെ നയമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ വന്ദേ മാതരം മുഴുവനായും പാടണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇതുവരെ വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലിയിട്ടില്ല. കോൺഗ്രസിന്റെയും യു.പി.എയുടെയും പരിപാടികളിൽ വന്ദേ മാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ആലപിച്ചിരുന്നത്. അതുതന്നെയാണ് തങ്ങളുടെ നയമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ വന്ദേ മാതരം മുഴുവനായും പാടണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലേണ്ടതില്ല. ഞങ്ങൾ ഇതുവരെ പൂർണ്ണമായി ചൊല്ലിയിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ചൊല്ലിയെങ്കിലും നിയമസഭയിൽ മുഴുവനും ചൊല്ലിയില്ല. ആ നയത്തിൽ മാറ്റമില്ല. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് പറയാമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ ലോക് ഭവൻ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹർ ഘർ തിരംഗ ചടങ്ങുകളിൽ വന്ദേ മാതരം മുഴുവനായും ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. ഓഗസ്റ്റ് 9 മുതൽ 17 വരെയുള്ള വിവിധ പരിപാടികളിൽ വന്ദേ മാതരം ആലപിക്കണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. വന്ദേ മാതരം മുഴുവനായും ആലപിക്കുന്നതിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് എതിർപ്പ് ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരമൊരു സർക്കുലർ പുറപ്പെടുവിച്ചത് ചർച്ചയായിട്ടുണ്ട്. അതേസമയം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിലും ഹർ ഘർ തിരംഗ ചടങ്ങുകളിലും ദേശീയ ഗീതമായ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി വകുപ്പുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗികമായി കത്തയച്ചിരിക്കുന്നത്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന ചരിത്രപരമായ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ നീളുന്ന ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായുള്ള എല്ലാ പൊതുചടങ്ങുകളിലും സമൂഹഗാനമായി വന്ദേ മാതരം മുഴുവനായി പാടണമെന്നാണ് കത്തിലെ മുഖ്യ നിർദ്ദേശം. മുൻകാലങ്ങളിൽ ഗാനത്തിന്റെ ചില വരികൾ മാത്രം പാടി അവസാനിപ്പിക്കുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ തന്നെ ആലപിക്കണമെന്നാണ് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേന്ദ്ര നിർദ്ദേശങ്ങൾ പൂർണ്ണ ഗൗരവത്തോടെ നടപ്പിലാക്കണമെന്നും വീഴ്ചകൾ ഉണ്ടാകരുതെന്നുമാണ് വകുപ്പ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന മുഖ്യ സന്ദേശം. സംസ്ഥാന ഗീതത്തിന് ശേഷം വന്ദേ മാതരവും തുടർന്ന് ദേശീയ ഗാനവും എന്ന ക്രമത്തിലാണ് പുതിയ ഔദ്യോഗിക ചടങ്ങുകളിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.